എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവളുടെ മുമ്പിൽ വെച്ച് എന്നോട് റെസ്പെക്റ്റോടെ സംസാരിക്കണം. തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടി വന്ന അന്ന് ഞാൻ തൂങ്ങിച്ചാവും. അവളുടെ ജാട നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്താ ഒരുപാട് ചെറുത്താനെ കണ്ട പോലെ? ആ ചെറുത്താനെ കണ്ടു, അത്ര തന്നെ. ഓഹോ, നിന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്ന് പട്ടികളുടെ പണി വാങ്ങിച്ച ഞാൻ നിനക്ക് ചെകുത്താൻ അല്ലടാ. നീയുമായിട്ടുള്ള എല്ലാ റിലേഷനും കട്ട്. ഗുഡ് ബൈ. ഞാൻ പറയട്ടെ. നീ വന്നേ. ചെകുത്താൻ ഞാൻ പറഞ്ഞതേ നിന്നെ കുറിച്ചല്ല. ഈ വീട് കണ്ട, ഈ വീട് അഹങ്കാരികളായ പെണ്ണുങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസാ. ഇവിടത്തെ ഭൂതങ്ങളെ വെച്ച് നോക്കുമ്പോ നീ ഒരു യക്ഷി. അല്ല, യക്ഷി എന്ന് പറയുമ്പോ മറ്റേ ബ്ലഡ് കുടിക്കുന്ന കക്ഷിയല്ല. ക്യൂട്ട് യക്ഷി, നമ്മുടെ ഡെലുലുവിനെ പോലും നീലിയൊക്കെ പോലെ. ഓ, അതാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല അർജുൻ, ഞാൻ അത്രയ്ക്ക് ക്യൂട്ടാണോ? ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ച് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതറണ്ട. നീ ആരിനെ കണ്ടിട്ട് എന്തായി അത് പറ. ആര്യനും ഞാനും തമ്മി ഭയങ്കര കമ്പനിയായി. പക്ഷേ ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് ആര്യം കരുതിയിരിക്കുന്നത്. പിന്നെ ഞാനത് തിരുത്താൻ നിന്നില്ല. എങ്ങനെയെങ്കിലും ക്ലോസ് ആയി ആളെ സെറ്റാക്കുക എന്നുള്ളതാണല്ലോ എന്റെ ഉദ്ദേശം. അയാളെ നിന്നോട് മോശമായിട്ട് പെരുമാറുന്നില്ലല്ലോ. അയാളെ കുറിച്ച് സ്വാമികൾ പറഞ്ഞത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. ആ കള്ള സ്വാമിയെ കുറിച്ച് ആര്യൻ പറഞ്ഞതും മഹാമോശായിട്ടാ. ആര്യൻ ഇത്തിരി കള്ളുടിക്കുമെങ്കിലും ഇന്നിനോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ ഇഷ്ടപ്പെടുന്നത് അയാളുടെ പണത്തെയാ, അതുകൊണ്ട് തന്നെ അയാളുടെ മറ്റു കുറവുകളൊന്നും നീ കണക്കാക്കില്ല എന്നാര് പറഞ്ഞു? ആള് ചുള്ളനാ, ഭയങ്കര ഫണ്ണിയാ. പന്നിയല്ലടാ, ഫണ്ണി. അടിപൊളി ലൈഫ്. പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാനും അറിയാം. ഇതിലൊക്കെ കൂടുതൽ എന്താ വേണ്ടത്? അയാള് ഭയങ്കര കുടിയാണെന്നാ സ്വാമിയങ്ങൾ പറഞ്ഞത്. ഓ, പിള്ളേര് കുപ്പിപ്പാല് കുടിക്കുന്ന പോലെ അത്രേ ലിക്കർ ഫ്ലാസ്കിൽ നിന്ന് മദ്യപിക്കുന്നത്. അതൊക്കെ ഞാൻ നിർത്തിക്കോളാം. വല്ലപ്പോഴും വേണമെങ്കിൽ കുടിച്ചോട്ടെ, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയാൽ എന്റെ ആര്യനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആ സ്വാമിയെ ആദ്യം ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇവളുടെ പോക്ക് ശരിയല്ല. അതൊക്കെ പോട്ടെ. ഈ പ്രസന്റേഷൻ വാങ്ങിച്ച സ്ഥിതിക്ക് വധുവരന്മാരെ കണ്ട് ഇതൊന്ന് കൊടുക്കണം. അതിലൂടെ SP അങ്കിളിനെ എനിക്ക് ഒന്നുകൂടി ഇംപ്രസ് ചെയ്യാലോ. അതെ, ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ അഹങ്കാരി പെണ്ണുങ്ങൾ കാരണം മൊത്തം പ്രശ്നം. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഒന്നും വെച്ചിട്ടില്ല. പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ പോലും പുറത്തൊന്നും ആരും വന്നിട്ടില്ല. നീ അങ്ങോട്ട് ചെന്ന് കയറുന്നത് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അയ്യോ, അപ്പൊ ഞാൻ വാങ്ങിച്ച പ്രസന്റേഷൻ എന്ത് ചെയ്യും? പ്രസന്റേഷൻ ഞാൻ അവർക്ക് കൊടുത്തോളാം. നീ വന്ന കാര്യം SP അങ്കിളോട് പറഞ്ഞ് തള്ളിയേക്കാം. ശരി, എങ്കിൽ പിന്നെ നീ കൊടുത്തോ. ഞാനേ വീട്ടിൽ ചെന്ന് ആര്യനെ ഫോൺ ചെയ്തിട്ട് നിന്നെ ഫോൺ വിളിക്കാം. ഞാനതല്ലേ പറഞ്ഞേ. ഓക്കെ. ചൈത്ര, ഞങ്ങളാരും തന്റെ ശത്രുക്കളല്ല. കീർത്തി വെറും ഒരു പാവാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിഥുൻ അവളെ കല്യാണം കഴിക്കേണ്ടി വന്നതാ. അതിന്റെ പേരിൽ അവളോട് വിരോധം തോന്നരുത്. തൽക്കാലം എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല. പക്ഷെ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോ ഞാൻ സംസാരിക്കും. ഓടി തരേണ്ട സിറ്റുവേഷൻ വരുമ്പോ ഓടി തരും. പണി തരേണ്ട സമയത്ത് കൃത്യമായി പണിയും തന്നിരിക്കും. അത് ഈ SP ചൈത്രയുടെ ശീലം. ചൈത്ര,
എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എസ് പെങ്ങളുടെ മകളുടെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുലസ്ത്രീയായിട്ട് നീയുള്ളപ്പോ ഞാനും അങ്ങനെ തന്നെ ആയ ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ. നീ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ നിന്റെ വില്ലത്തി. നായികമാരുടെ എണ്ണം കൂടുന്തോറും ഈ വില്ലത്തി കൂടുതൽ സ്ട്രോങ് ആവും. ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല വന്നത്. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കുക തന്നെയാണ്. നീ നിന്റെ അനിയത്തി ഇറക്കി മിഥുനേട്ടനെ വശീകരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു വരുമ്പോ നിന്റെ അനിയത്തിയേക്കാൾ കൂടുതൽ നീയായിരുന്നു മിഥുനേട്ടന് ചേരുന്നത്. എന്നിട്ട് എന്താടി രംഭയുടെ റോളിൽ നീ തന്നെ ഇറങ്ങാതിരുന്നേ? ഓ, മനസ്സിലായി. ഇവിടുത്തെ സ്വത്തുക്കൾ ഉപയോഗിച്ച് നിനക്ക് വേണ്ടി കുറെ കൂടി വലിയ പുളിങ്കൊമ്പ് പിടിക്കാനായിരിക്കും നിന്റെ അമ്മയുടെയും ഉദ്ദേശം.